സുരേഷ് കേന്ദ്രമന്ത്രിയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമില്ലേ. കേന്ദ്രം ആര് ഭരിക്കുന്നതല്ല, നമ്മൾ സംസ്ഥാനം രക്ഷപ്പെടണം, വേറെ വികസനം ഉണ്ടാവണം. രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചെങ്കിൽ നല്ല വികസനം വന്നിന്. നമ്മൾ എത്രയോ വർഷത്തെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു സാധ്യമായത്. അത് നല്ലൊരു കാര്യമാണ്. ഇനി ബാക്കിയുള്ള ജില്ലയുടെ ബാക്കിയുള്ള നേടിയെടുക്കും, ഉറപ്പ്. സുരേഷ് കേന്ദ്രമന്ത്രിയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമില്ലേ. കേന്ദ്രമന്ത്രി നമുക്കൊരു വികസനം ഉണ്ടാവുമല്ലോ. കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണെന്നത് നമ്മൾ ഇവിടെ കണ്ടില്ലേ. തരൂർ 3-ാം തവണയും ജയിച്ചു, ഒരു പ്രയോജനമില്ല. ഇത് ചാലക്കട കിടക്കണണ്ട, വികസനം ഇല്ല. കേന്ദ്രം ആര് ഭരിക്കുന്നതല്ല, നമ്മൾ സംസ്ഥാനം രക്ഷപ്പെടണം, വേറെ വികസനം ഉണ്ടാവണം. രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചെങ്കിൽ നല്ല വികസനം വന്നിന്. 3 വർഷം പോയിരുന്നിട്ട് അദ്ദേഹം ഒന്നും ഇവിടെ ചെയ്തില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ? കേന്ദ്രം ഭരിക്കുന്നവർക്കെല്ലാം കൂടെ നിന്നാൽ എന്ത് വേണമെന്ന് ചെയ്യാതെ. ഏത് സ്റ്റേറ്റിലെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പം NDAയുടെ നിൽക്കുന്നവർ ഓരോന്നും ചോദിച്ച് വാങ്ങിക്കലാണ് അവരൊരു സ്റ്റേറ്റിന് വേണ്ടി അല്ലേ. അതേപോലെ തന്നെ ഭരിക്കുന്നതാരും അവരെ കൂടെ നിന്ന് ആ സ്റ്റേറ്റ് നിന്നാവും, അല്ലെങ്കിൽ രക്ഷയില്ല. വലിയ ബുദ്ധിമുട്ടിലാണ്. 3 വർഷം കിട്ടിയത് അടുത്ത 3 വർഷം 5 വർഷം ഇതിനെ ഗതി. ഒരു വികസനമില്ല തിരുവനന്തപുരത്ത്. 2 പ്രാവശ്യം മഴ പെയ്താൽ മൊത്തം സിറ്റി കംപ്ലീറ്റ് വെള്ളമുണ്ട്. പൊതുവെ റോഡ് കംപ്ലീറ്റ് പണിയെന്ന് പറഞ്ഞ് കുഴിച്ചിട്ടേക്കുന്നു. ചാലക്കടയിൽ സാധനം വാങ്ങിക്കാനൊന്നും ആരും വരില്ല. മൊത്തം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ബിസിനസ്സുകാരായാലും തന്നെ ഇവിടുത്തെ ജോലിക്കാരായാലും എല്ലാം വളരെ നരകിയ യാതന അനുഭവിക്കുന്നു. അത് തന്നെ ഈ ചുറ്റുപാട് താമസിക്കുന്ന വീടുകൾ വെള്ളം വന്നാൽ ഒരിടത്തും പോകാൻ മാർഗ്ഗമില്ല. സിറ്റി കംപ്ലീറ്റ് അപ്പം വെള്ളം കിട്ടണം, നമ്മളെ മേഖല കംപ്ലീറ്റ്. മഴ പെയ്യുമ്പോൾ നിങ്ങൾ ചാനലുകൾ കാണിക്കും, എങ്കിൽ ആ സമയത്തൊക്കെ വന്ന് നോക്കണം. വളരെ ബുദ്ധിമുട്ടാണ്. മഴ പെയ്ത ഒരു 2-3 മണിക്കൂറിന് വെള്ളം പോകും. നമ്മളെ സമുദ്രം അടുക്കാണ്ട് വെള്ളം പോകും. പക്ഷേ ആ പോകുന്ന വഴികളൊന്നും ക്ലിയറല്ല. ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് മെയിൻ. അവരാരൊക്കെ ചെയ്യുന്നു അവരുടെ അധികാരത്തിൽ വരും. കേരളത്തിലെ ട്രെൻഡ് അതാണ്. ന്യൂനപക്ഷം ആർക്ക് വേണ്ടി ചെയ്യുന്നു അവർ ഇവിടെ വരും. അതിന് വേറെ മാറ്റമൊന്നുമില്ല. ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് 3-4 ചിതറി പോകില്ല. ഏതൊക്കെ രാഷ്ട്രീയക്കാർ ഇങ്ങനെ അവർക്കൊക്കെ പോകും. കാത്തിരുന്നൊരു നിമിഷമാണിത്. ഞാനൊരു വിജയ് പ്രവർത്തകനാണ്. കാത്തിരുന്ന നിമിഷമാണ്. നമ്മൾ എത്രയോ വർഷത്തെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു സാധ്യമായത്. അത് നല്ലൊരു കാര്യമാണ്. ഇനി ബാക്കിയുള്ള ജില്ലയുടെ ബാക്കിയുള്ള നേടിയെടുക്കും, ഉറപ്പ്. നമ്മൾ തിരുവനന്തപുരം നല്ല രീതിയിൽ വർക്ക് ചെയ്തല്ലോ. വർക്ക് ചെയ്തിട്ടത് പിന്നെ എന്താ പറയുക, അത് കിട്ടിയില്ല. അല്ല, അത് ശരിക്കും ഒരു CPM-ൻ്റെ നല്ല സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രാജീവേട്ടൻ ജയിച്ചനെ, ഉറപ്പായിട്ട് ജയിച്ചനെ. ഇതൊരു പൊതുവായിട്ടുള്ള അഭിപ്രായമാണ്. ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഈ തൃശ്ശൂർ സീറ്റ് വെച്ചുകൊണ്ട് തന്നെ ബാക്കി നിയമസഭ നേടിയെടുക്കും. ഒരു 2-3 സീറ്റ് എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. പ്രതീക്ഷയാണ്, അത് സാധിക്കും. നല്ല കണക്ക് മന്ത്രിസഭയിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അദ്ദേഹം കേന്ദ്രമന്ത്രിയായ വികസനം തൃശ്ശൂർ കൊണ്ടുവന്നാൽ വീണ്ടും ജയിക്കും. ബാക്കിയുള്ള MP പോലെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ ജയിക്കില്ല, പിന്നെ ജയിക്കില്ല.